ലാൻഡ് ലോ എന്ന സബ്ജക്റ്റിൻ്റെ നാലാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള മൊഡ്യൂൾ, സിലബസ് അനുസരിച്ചിട്ട് അവസാനത്തെ മൊഡ്യൂൾ, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട് 2013. ഇതാണ് പ്രധാനമായും പഠിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്റ്റാണ്. LARR എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട് 2013. അപ്പോൾ അങ്ങനെ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റിൻ്റെ നിയമങ്ങളെപ്പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതുകൂടാതെ നമുക്ക് രണ്ട് കാര്യം കൂടിയാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഒന്ന് അർബൻ ലാൻഡ് സീലിംഗ്, അർബൻ ഏരിയയിലുള്ള ലാൻഡിൻ്റെ സീലിംഗ്, എത്ര വരെ ലാൻഡ് കൈവശം വയ്ക്കാം ഓരോരുത്തർക്കും എന്നുള്ള ഒരു ആസ്പെക്റ്റും. അതുപോലെ കേരള ബിൽഡിംഗ് ആക്ട് 1965, അത് ലീസ് ആൻഡ് റെൻറ്റ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട കേരള ബിൽഡിംഗ് ആക്ട് 1965, ഇതുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടൊരു 3 ആക്ട്. അപ്പം അത് നമുക്ക് വേഗത്തിൽ കവർ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്കൊന്ന് നോക്കാം. റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി. അപ്പം ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ലാൻഡ് ഗവൺമെൻറ് ചില പ്രോജക്റ്റുകൾക്കായിട്ട് ഏറ്റെടുക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ചില സാധാരണ ആൾക്കാരുടെ വീടോ സ്ഥലമോ ഒക്കെ ഇരിക്കുന്ന ആ പ്രോപ്പർട്ടി ഒരു ഹൈവേ പ്രോജക്റ്റിന് വേണ്ടിയിട്ടോ റെയിൽവേ പ്രോജക്റ്റിന് വേണ്ടിയിട്ടോ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി, അത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പ്രോജക്റ്റുകളാവാം, ഈവൻ പ്രൈവറ്റ് പ്രോജക്റ്റുകൾ പോലും ആവാം, വലിയ വലിയ പ്രൈവറ്റ് പ്രോജക്റ്റുകളും ആവാം, ഗവൺമെൻറ്റിൻ്റെ തന്നെയുള്ള പ്രോജക്റ്റുകളാവാം. അങ്ങനെയുള്ള പബ്ലിക് പർപ്പസിന് വേണ്ടി ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഏറ്റെടുക്കുമ്പോൾ അവിടെ ആ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് ഒരു ഫെയർ കോമ്പൻസേഷൻ തീർച്ചയായിട്ടും കിട്ടണം. അതുപോലെ ആ പ്രോസസ്സ് ട്രാൻസ്പെറൻറ്റും ആയിരിക്കണം. അപ്പോൾ അതാണ് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഏത് കാര്യത്തിനാണ്? ഇൻ ലാൻഡ് അക്വിസിഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ്. അപ്പോൾ ലാൻഡ് അക്വിസിഷൻ നടത്തുന്ന സമയത്തും റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന കാര്യത്തിലും റീസെറ്റിൽമെൻറ്റ് വരുന്ന കാര്യങ്ങളിലൊക്കെ ഫെയർ കോമ്പൻസേഷൻ കിട്ടണം. അതേപോലെ ആ ഡീലിങ്സ് ട്രാൻസ്പെറൻസി ഉള്ള ഒരു ഡീലും ആയിരിക്കണം. അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്ന ആക്റ്റാണ് 2013 LARR ആക്ട്, ലാർ ആക്ട് എന്ന് വിളിക്കുന്നത്. അപ്പം ഇതിന് മുൻപ് ഈ ഒരു പർപ്പസിന് വേണ്ടി 1894 ഒരു ആക്ട് ഉണ്ടായിരുന്നു, സിമിലർ പ്രൊവിഷൻസ് ഉള്ള ആക്ട്. അതിനെ റിപ്പീൽ ചെയ്തിട്ടാണ് പുതിയ ആക്ട് വന്നത്. അപ്പോൾ 2013 ആക്ടാണ് നമുക്ക് കൂടുതൽ റിലവൻ്റ്. അപ്പോൾ അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇല്ലസ്ട്രേഷൻ നമുക്കൊന്ന് നോക്കാം. For building a national highway, affected farmers received compensation of 4 lakh per acre, 4 times the market rate, and were rehabilitated in a nearby resettlement colony with access to schools and hospitals. അപ്പം എന്താണ് സംഭവിച്ചത് നോക്കാം. ഒരു നാഷണൽ ഹൈവേ ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഫാർമേഴ്സിൻ്റെ പ്രോപ്പർട്ടിയിലൂടെ ആയിരുന്നു ആ നാഷണൽ ഹൈവേ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഫാർമേഴ്സിൻ്റെ പ്രോപ്പർട്ടിയുടെ നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 1 ഏക്കറിന് 1 ലക്ഷം രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഗവൺമെൻറ് ആ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഏറ്റെടുത്തപ്പോൾ 1 ഏക്കറിന് 4 ലക്ഷം രൂപ എന്നുള്ള നിലയിൽ, അതായത് മാർക്കറ്റ് റേറ്റിൻ്റെ 4 ടൈംസ് എന്നുള്ള രീതിയിൽ ഏറ്റെടുക്കുകയും ആ ഫാർമേഴ്സിനെ റീഹാബിലിറ്റേറ്റ് ചെയ്തു. അവരുടെ സ്ഥലം പോയല്ലോ. അപ്പോൾ അവർക്ക് ഈ തുക കൊടുത്തു എന്ന് മാത്രമല്ല, അവരെ അടുത്തുള്ള ഒരു കോളനിയിലേക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവർക്ക് സ്കൂളുകളും ഹോസ്പിറ്റലും ഒക്കെ ഉള്ള ആക്സസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നടന്നു എന്നുള്ളതാണ്. ഇതെല്ലാം കൂടെ പറയുന്ന ആക്റ്റാണ് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ്. അപ്പം ഈ ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് നോക്കാം. ലാർ ആക്ടിൻ്റെ പർപ്പസ് എന്താണ്? ലാർ ആക്ടിൻ്റെ പർപ്പസ് ഇതാണ്. ലാർ ആക്ട് എൻഷ്യൂർസ് ഫെയർ കോമ്പൻസേഷൻ, ട്രാൻസ്പെറൻസി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ ലാൻഡ് അക്വിസിഷൻ ഫോർ പബ്ലിക് പർപ്പസസ് വൈൽ മിനിമൈസിങ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് പ്രൊവൈഡിങ് റീഹാബിലിറ്റേഷൻ. അപ്പം നിവൃത്തിയുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് അയാളെ ഡിസ്പ്ലേസ് ചെയ്യാൻ പാടില്ല. അഥവാ ഡിസ്പ്ലേസ് ചെയ്യുവാണെങ്കിൽ അയാൾക്ക് ഫെയർ ആയിട്ടുള്ള കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം, ഈവൻ അപ് ടു 4 times ദി മാർക്കറ്റ് വാല്യൂ. അങ്ങനെ ആ ഒരു കോമ്പൻസേഷൻ കൊടുത്താൽ മാത്രം പോരാ,
അവർക്ക് പ്രോപ്പറായിട്ടുള്ള റീഹാബിലിറ്റേഷൻ ഉണ്ടാവണം, റീസെറ്റിൽമെൻറ്റ് ഉണ്ടാവണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻഷുർ ചെയ്യുകയും വേണം. അപ്പം ഒരു ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അക്യൂർ ചെയ്യാനായിട്ട് പറ്റില്ല. അതുമാത്രമല്ല കുറച്ച് ഒരു പ്രോജക്റ്റാണ് തന്നെ ഒരു ഏരിയയിലെ കുറച്ച് ഒരു സിഗ്നിഫിക്കൻറ്റ് ശതമാനം ആൾക്കാർ അതിന് എഗ്രി ചെയ്യുകയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഈ പറഞ്ഞ ഒരു പബ്ലിക് പ്രോജക്റ്റോ അല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പോ ഒക്കെ വരാനായിട്ട് പെർമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചില കേസിൽ 70% ആണ്, ചില കേസിൽ 80% ആണ്. അങ്ങനെ അത്രയും ആൾക്കാരുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഏരിയയിൽ അതുപോലെയുള്ള പ്രോജക്റ്റുകൾ വരാനായിട്ട് തന്നെ പറ്റുള്ളൂ. അതല്ലാതെ ഒരു 10% ആൾക്കാർ എഗ്രി ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലുള്ളൊരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ പറ്റില്ല. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. LARR ആക്ടിലെ കീ പ്രൊവിഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഫെയർ കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളതാണ് ഒരു ആംഗിള്. രണ്ടാമതൊരു സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് SIA എന്നുള്ളൊരു ആസ്പെക്റ്റ് ഈ LARR ആക്ടിൽ പറയുന്നുണ്ട്. സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നമ്മൾ എൻവയോൺമെൻറ്റ് ആക്ട് പഠിക്കുമ്പോൾ അവിടെ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ ഈ ലാൻഡ് അക്വിസിഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആക്ടിൽ പറയുന്ന ഒരു വാക്കാണ് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. അത് അതിലൊരു കീ പ്രൊവിഷനാണ്. 3 പബ്ലിക് പർപ്പസിന് വേണ്ടി ആയിരിക്കണം ഈ പ്രോജക്റ്റ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറോ സോഷ്യൽ വെൽഫെയർ പ്രോജക്റ്റോ നാഷണൽ സെക്യൂരിറ്റിയുടെ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് എടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ആപ്ലിക്കബിൾ ആവുന്നത്. ഇനി കൺസെൻറ്റ്, എത്ര ആൾക്കാർ ഒരു ഏരിയയിൽ നിന്ന് ഒരു ബൾക്കായിട്ട് ലാൻഡ് അക്യൂർ ചെയ്യുമ്പം ആ ഏരിയയിലെ എത്ര ശതമാനം ആൾക്കാരുടെ സമ്മതം ആവശ്യമുണ്ട്, ആ കാര്യങ്ങളാണ് കൺസെൻറ്റിൽ പറയുന്നത്. പിന്നീടാണ് ഈ റീഹാബിലിറ്റേഷന് റീസെറ്റിൽമെൻറ്റിനെ പറ്റി പറയുന്നത്. അപ്പം പ്രധാന പ്രൊവിഷൻസിൻ്റെ അകത്ത് ഫെയർ കോമ്പൻസേഷൻ ഓർക്കുക, സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഓർക്കുക, പബ്ലിക് പർപ്പസ് ഓർക്കുക, കൺസെൻറ്റ് റിക്വയർമെൻറ്റ്സ്, അതുപോലെ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ്. ഇനി ഫെയർ കോമ്പൻസേഷനെ പറ്റിയിട്ടുള്ള പ്രൊവിഷൻസ് എന്താണ്? ഇതിൻ്റെ കോമ്പൻസേഷൻ റൂറൽ ഏരിയാസിൽ, ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ 2 to 4 times ദി മാർക്കറ്റ് വാല്യൂ എന്നുള്ളതാണ് അതിലെ പ്രൊവിഷൻ. റൂറൽ ഏരിയയിൽ 2 മുതൽ 4 തവണ മാർക്കറ്റ് റേറ്റ്, 1 ലക്ഷം രൂപയാണ് മാർക്കറ്റ് റേറ്റ് എങ്കിൽ 2 ലക്ഷമോ 2 മുതൽ 4 ലക്ഷം രൂപ വരെ കോമ്പൻസേഷനായിട്ട് കൊടുക്കണം. അർബൻ ഏരിയയിൽ 2 തവണ മാർക്കറ്റ് റേറ്റിൻ്റെ 2 times കോമ്പൻസേഷനായിട്ട് കൊടുക്കണം. ഇത് കൂടാതെ ഒരു സൊളേഷ്യം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. അതൊരു അഡീഷണൽ കോമ്പൻസേഷനാണ്. അത് 100% കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു അഡീഷണലായിട്ടൊരു സൊളേഷ്യം കൂടെ ഉണ്ട്. കോമ്പൻസേഷൻ ഉണ്ട്, സൊളേഷ്യം ഉണ്ട്. അപ്പം ഇത് രണ്ടും ഈ ഫെയർ കോമ്പൻസേഷൻ്റെ അണ്ടറിൽ വരുന്ന കാര്യമാണ്. അപ്പം ഇപ്പോൾ ഒരു മാർക്കറ്റ് വാല്യൂ ഒരു റൂറൽ ഏരിയയിലാണ് ഒരു കേസ് എന്ന് വിചാരിക്കുക. അപ്പം 1 ലക്ഷമാണ് മാർക്കറ്റ് വാല്യൂ എങ്കിൽ അവിടെ 4 ലക്ഷം രൂപ കോമ്പൻസേഷനായിട്ടും അഡീഷണലായിട്ടൊരു 100% സൊളേഷ്യം എന്ന് പറയുമ്പോൾ ഒരു 1 ലക്ഷം രൂപ വീണ്ടും ഒരു 1 ലക്ഷം രൂപയും കൂടെ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അതാണ് ഫെയർ കോമ്പൻസേഷൻ എന്നുള്ള ഒരു ആംഗിളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്നുള്ള ആംഗിൾ എന്താണെന്ന് നോക്കാം. സോഷ്യൽ ഇമ്പാക്റ്റ് ഇതുപോലത്തെ ഒരു കുറേ ആൾക്കാരെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അതിനകത്ത് ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ ഇമ്പാക്റ്റിനകത്ത് സോഷ്യോ എക്കണോമിക് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഇതിൻ്റെ അകത്ത് കടന്നു വരും. അത് ഒരു 100 അതിലധികം ഫാമിലികളെ ബാധിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രോജക്റ്റുകൾക്കും മാൻഡേറ്ററി ആണ്. സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് മാൻഡേറ്ററി ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3ാമത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ പബ്ലിക് പർപ്പസാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊതുവേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ പ്രോജക്റ്റ്, അതായത് നാഷണൽ സെക്യൂരിറ്റി പ്രോജക്റ്റ്, അങ്ങനെയുള്ള ഒരു പബ്ലിക് പർപ്പസ് ആപ്ലിക്കബിൾ ആണ്. ചില കേസിൽ പ്രൈവറ്റ് പ്രോജക്റ്റുകൾക്കും അതിനകത്തൊരു പബ്ലിക് ആംഗിൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൺസെൻറ്റിനെ പറ്റി നമുക്ക് നോക്കാം. എത്ര ആൾക്കാരുടെ സമ്മതം വേണമെന്നുള്ളതാണ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പുകളാണെങ്കിൽ, അതായത് ഗവൺമെൻറ്റും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും കൂടെ ചേർന്നിട്ടുള്ള പ്രോജക്റ്റുകളാണെങ്കിൽ, PPP പ്രോജക്റ്റുകളാണെങ്കിൽ അവിടെ 70% ലാൻഡ് ഓണേഴ്സ് ഈ ലാൻഡ് വിട്ടുകൊടുക്കാനായിട്ട് സമ്മതിക്കണം. 70%. അത് പ്രൈവറ്റ് പ്രോജക്റ്റ് മാത്രമാണ്. അത് പൂർണ്ണമായും ഒരു പ്രൈവറ്റ് പ്രോജക്റ്റ് ആണെങ്കിൽ അതിൽ 80% ലാൻഡ് ഓണേഴ്സും ആ ലാൻഡ് വിട്ടുകൊടുക്കാനായിട്ട് സമ്മതിക്കണം. അങ്ങനെയാണെങ്കിൽ ലാൻഡ് അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് കൂടാതെ
ഒരു റീഹാബിലിറ്റേഷൻ്റെ റീസെറ്റിൽമെൻറ്റിൻ്റെ കാര്യത്തിൽ ഈ ലാൻഡ് വിട്ടുകൊടുക്കുന്നവർക്ക് ആൾട്ടർനേറ്റ് ഹൗസിങ്ങും ലൈവ്ലിഹുഡ് സപ്പോർട്ടും അതുപോലെ കമ്മ്യൂണിറ്റി ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഏർപ്പെടുത്തേണ്ട ആവശ്യവും ഉണ്ട്. അതിനുള്ള പ്രൊവിഷനും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൊടുക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ലാൻഡ് അക്വിസിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ടിൻ്റെ കീ പ്രൊവിഷൻസ്. അപ്പം റീഹാബിലിറ്റേഷൻ റീസെറ്റിൽമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാന നിയമം ഇതാണ്. നമ്മളിപ്പം പറഞ്ഞ 2013 ആക്റ്റാണ്. ഞാൻ പറഞ്ഞു അതിന് മുൻപ് ഒരു ആക്ട് ഉണ്ടായിരുന്നു, 1894 ഒരു ആക്ട് ഉണ്ടായിരുന്നു. അതിനെ റിപ്പീൽ ചെയ്തിട്ടാണ് പുതിയ ആക്ട് വന്നത്. അപ്പോൾ ഇതേപ്പറ്റി ജനറലായിട്ടൊന്ന് മനസ്സിലാക്കുക. നമ്മൾ 2013 ആക്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണ് എന്നൊന്ന് ആലോചിക്കാം. അതായത് ഈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ലാൻഡ് ഗവൺമെൻറ്റിന് അക്വയർ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റും ഉണ്ടാവില്ല, അല്ലേ? പബ്ലിക്കായിട്ടുള്ള റോഡുകൾക്ക് വ്യക്തികളാരും അവരുടെ വീടുകൾ വിട്ടുകൊടുക്കാൻ വില്ലിങ് അല്ല. അവരുടെ വീടാണ്, എൻ്റെ വീട്, ഇതെൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഇത് ഗവൺമെൻറ്റിന് അക്വയർ ചെയ്യാൻ പറ്റില്ല എന്ന് എല്ലാവരും പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ പലതും വരില്ല. ഡാമുകൾ വരില്ല, റെയിൽവേ വരില്ല, റോഡുകൾ വരില്ല, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളൊന്നും നടക്കില്ല. പക്ഷേ ഒരു റാൻഡമായിട്ട് ആർബിട്രറി ആയിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് ഗവൺമെൻറ് ഓരോ തവണയും എൻക്രോച്ച് ചെയ്യുകയോ ഡിസ്പ്ലേസ് ചെയ്യുകയോ ചെയ്താൽ അതും ഒരു വലിയ കൺസേൺ ആണ്. അപ്പോൾ അതിനൊരു വ്യക്തത വേണം. അതിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതിന് ഒരു ക്ലാരിറ്റി വേണം, ഒരു ട്രാൻസ്പെറൻസി വേണം, അതുപോലെ ഒരു ഫെയർ കോമ്പൻസേഷൻ വേണം. ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ആൾക്കാർക്ക് അവരുടെ ജീവിതമാർഗം നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം കൂടെ ചേരുന്നതാണ് ഇതിൻ്റെ കാര്യം. ഇതിനകത്ത് 2 ആംഗിളും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു ഡാമിൻ്റെ പ്രോജക്റ്റിന് ഒരു വില്ലേജിലുള്ളൊരു ഡാം പ്രോജക്റ്റ് വന്നു. അപ്പം അങ്ങനെ ഒരു ഡാമിൻ്റെ പ്രോജക്റ്റ് വരുമ്പോൾ കുറേ ആൾക്കാർ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ അവർക്ക് ആ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് മാറി താമസിക്കാനായിട്ട് പുതിയൊരു ഏരിയ കണ്ടുപിടിക്കണം, അവിടെ പുതിയ വീടുകൾ വെച്ച് കൊടുക്കണം, അവിടുന്ന് മാറുന്നവർക്ക് ഒരു ജോലി കിട്ടാനുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് കൊണ്ടുവരണം, കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യണം. ഇതെല്ലാം ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ കുറേ ആൾക്കാർ സഫർ ചെയ്തുകൊണ്ടായിരിക്കും അത് നടക്കുക. അപ്പോൾ അതിനകത്ത് അവർക്ക് ആ ഡെവലപ്മെൻറ്റ് കൊണ്ട് അവർക്ക് ദോഷമല്ല ഗുണമാണ് എല്ലാവർക്കും എന്നുള്ള ഒരു ആംഗിൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ലോസിൻ്റെ സിഗ്നിഫിക്കൻസ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റിനെ മിറ്റിഗേറ്റ് ചെയ്യാനും അതുപോലെ ഒരു സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് കാര്യങ്ങൾ. അപ്പം ഇതിനകത്ത് പ്രധാനമായും ആർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ലാൻഡ് ഓണേഴ്സിന്, ടെനൻസിന്, അല്ലെങ്കിൽ ലാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഇൻഡിവിജ്വൽസ് ഉണ്ട്, അവിടുത്തെ വർക്കേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ആ ഒരു ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവർക്കെല്ലാവർക്കും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടാനായിട്ട് എലിജിബിളാണ്. അപ്പോൾ ആ റീഹാബിലിറ്റേഷൻ പാക്കേജിനകത്ത് മോണിറ്ററി അസിസ്റ്റൻസ് ഉണ്ടാവാം, ആൾട്ടർനേറ്റ് ലാൻഡ് കൊടുക്കാം, അതുപോലെ അവർക്ക് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കൊണ്ടുവരാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇനി റീസെറ്റിൽമെൻറ്റ് ചെയ്യുന്ന റീഹാബിലിറ്റേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്കൊരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അതിനകത്താണ് സാമ്പത്തിക സഹായവും അതുപോലെ വീട്, അതേപോലെ ഇവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റീഹാബിലിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് റീസെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് താമസിക്കാനുള്ള ആ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ സൈറ്റിൽ എവിടെയെങ്കിലും കൊണ്ട് ഒരു ദൂരെ ഒരു പ്രദേശത്ത് കൊണ്ട് താമസിപ്പിക്കുക എന്നുള്ളതല്ല, ബേസിക് കമ്മ്യൂണിറ്റീസ് എല്ലാം കിട്ടുന്ന തരത്തിൽ വെള്ളം, വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആക്സസ് ഉള്ള ഒരു സ്ഥലത്ത് വേണം അവരെ റീസെറ്റിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യാനായിട്ട് ഡിസ്ട്രിക്ട് ലെവലിൽ കമ്മിറ്റികൾ ഉണ്ട്. അവരാണ് ഈ റീഹാബിലിറ്റേഷൻ മെഷേഴ്സൊക്കെ മോണിറ്റർ ചെയ്യുകയും ഇംപ്ലിമെൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത ആസ്പെക്റ്റ് നമുക്ക് കവർ ചെയ്യാം. അത് ശരിക്കും 9 ആക്ട് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതൊരു 10ാമത്തെ ആക്റ്റാണ്, അർബൻ ലാൻഡ് സീലിംഗ് ആക്ട് 1976. അതുപോലെ കുറേയൊക്കെ റൂറൽ ഏരിയയിലെ ലാൻഡ് സീലിങ്ങിൻ്റെ കാര്യം ഈ കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1963 പറയുന്നുണ്ട്. ലാൻഡ് ഒരു വ്യക്തിക്ക് ഒരു 10 ഏക്കറും ഒരു ഫാമിലിക്ക് 15 ഏക്കറും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ലാൻഡ് റിഫോംസ് ആക്ടിനകത്ത് പറയുന്നുണ്ട്. അർബൻ ഏരിയയിലെ ഒരു ലാൻഡ് സീലിങ്ങിനെ പറ്റി പറയുന്ന ആക്റ്റാണ് അർബൻ ലാൻഡ് സീലിംഗ് ആക്ട്
1976 ടൗണിലപ്പം അത്രയും ഒന്നും 15 ഏക്കറൊന്നും ടൗണിൽ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു ഒരു അൺഫെയർ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് വരും. ടൗണിലൊന്നും അത്രയും സ്ഥലമില്ല അല്ലെ, അർബൻ ഏരിയയിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തെ ഒരു സിനാരിയോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ഒരു ഇലസ്ട്രേഷൻ നമുക്കൊന്ന് നോക്കാം. ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. കുറേ സ്ഥലം സാധാരണ ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറുടെ കയ്യിൽ കാണുമല്ലോ. അപ്പം അവർക്ക് ഒരു 5 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ അവർ ഗവൺമെൻറ്റിൽ ആക്ച്വലി അത്രയും അർബൻ ഏരിയയിൽ വെക്കാനായിട്ട് ശരിക്കും അനുവാദമില്ല. അവർ ഒരു 2 ഏക്കർ സ്ഥലം ഗവൺമെൻറ്റിലേക്ക് വിട്ടുകൊടുക്കുക. ഗവൺമെൻറ് അത് മറ്റ് കാര്യങ്ങൾക്ക്, സർപ്ലസ് ലാൻഡ് ഗവൺമെൻറ്റിലേക്ക് കിട്ടിയാൽ ഗവൺമെൻറ് അത് മറ്റ് കാര്യങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് ലാൻഡ് ഇല്ലാത്തവർക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു ആംഗിൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഒരു 3 ഏക്കറിൽ കൂടുതലൊക്കെ അർബൻ ഏരിയയിൽ വെക്കാനായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ അർബൻ ലാൻഡ് സീലിംഗ് ആക്ടിൻ്റെ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശരിക്കും ചില ഏരിയയിൽ 3 ഏക്കർ തന്നെയല്ല. അത് നമുക്കത് നോക്കാം. ലാൻഡ് സീലിംഗ് ആക്ടിൻ്റെ, അർബൻ ലാൻഡ് സീലിംഗ് ആക്ടിൻ്റെ പർപ്പസും കീ പ്രൊവിഷൻസും നമുക്ക് നോക്കാം. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് അർബൻ ലാൻഡ് ഇൻ എ ഹാൻഡ്സ് ഓഫ് ഫ്യൂ തടയാൻ വേണ്ടിയിട്ടാണ്, അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രൊമോട്ട് ചെയ്യുകയും വേണം. അതാണ് ഇതിൻ്റെ പർപ്പസ്. ഇതിൻ്റെ കീ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലാൻഡ് സീലിംഗ് ആണ്, പേര് തന്നെ അറിയാം ലാൻഡ് സീലിംഗ് ആണ്. 2 അക്വിസിഷൻ ഓഫ് സർപ്ലസ് ലാൻഡാണ്, അത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. പിന്നെ ചില കാര്യങ്ങൾക്ക് എക്സെംഷൻസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം അർബൻ ഏരിയയിൽ ലാൻഡ് ഓണർഷിപ്പിന് സീലിംഗ് ഉണ്ട്. ഞാൻ മുമ്പിലത്തെ നമ്മുടെ ആ ഇലസ്ട്രേഷനിൽ തന്നെ കണ്ടു, 3 ഏക്കറിൽ കൂടുതലുള്ളപ്പം ബാക്കി 2 ഏക്കർ സർപ്ലസ് ആയിട്ട് വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതിലെ ഒരു പ്രൊവിഷനാണ്, ഒരു അർബൻ ഏരിയയിൽ ഒരു വ്യക്തിക്ക് ഒരു 500 സ്ക്വയർ മീറ്ററിൽ കൂടുതൽ ലാൻഡ് കൈവശം വെക്കാനായിട്ട് അവകാശം. ഇതിപ്പോൾ മീറ്ററിലാണ്, നേരത്തെ നമ്മൾ ഏക്കറിലാണ് പറഞ്ഞത്. മീറ്ററിൽ പറയുമ്പം 500 സ്ക്വയർ മീറ്ററിൽ കൂടുതൽ വെക്കാനായിട്ട് അനുവാദമില്ല എന്നുള്ളതാണ് ഈ 500 സ്ക്വയർ മീറ്ററിൻ്റെ ഒരു കണക്ക്. ഇനി ആരുടെയും കയ്യിൽ സർപ്ലസ് ലാൻഡ് ഉണ്ടെങ്കിൽ, ഈ അനുവദിച്ചത് കൂടുതൽ ലാൻഡ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ക്യാൻ അക്യൂർ ദാറ്റ് സർപ്ലസ് ലാൻഡ്. എന്നിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യും, അത് അഫോർഡബിൾ ഹൗസിങ്ങിന് വേണ്ടിയിട്ടോ പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ടോ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ സാധ്യതയുണ്ട്. അതിനുള്ള പവർ ഗവൺമെൻറ്റിനുണ്ട്. പക്ഷേ ഈ ഇതിന് ഇങ്ങനെ അർബൻ ഏരിയ ആണെങ്കിൽ പോലും ചില എക്സെംഷൻസ് ഉണ്ട്. ആ എക്സെംഷൻസ് എന്ന് പറഞ്ഞാൽ ലാൻഡ് യൂസ്ഡ് ഫോർ ഇൻഡസ്ട്രിയൽ, എഡ്യൂക്കേഷണൽ ഓർ ഗവൺമെൻറ് പർപ്പസസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എക്സെംഷൻ ഉണ്ട്. അതായത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലോ ഒക്കെ ഒരു അർബൻ ഏരിയയിൽ പോലും 3 ഏക്കറിൽ കൂടുതൽ അല്ലെങ്കിൽ 500 സ്ക്വയർ മീറ്ററിൽ കൂടുതൽ കൈവശം ഉണ്ടാവാം ഒരു എൻറ്റിറ്റിയുടെ കയ്യിൽ. എന്നാലും അതിന് എക്സെംഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ആക്ട് പ്രിവെൻറ്റഡ് സ്പെക്കുലേറ്റീവ് ഹോൾഡിംഗ് ഓഫ് അർബൻ ലാൻഡ് ആൻഡ് എനേബിൾ അഫോർഡബിൾ ഹൗസിംഗ് പ്രോജക്ട്സ് എന്നുള്ളതാണ്. ഒരുപാട് ലാൻഡ് ആരെങ്കിലും ഇങ്ങനെ കൂട്ടി വെച്ച് അവരൊരു അൺഫെയർ അഡ്വാൻറ്റേജ് എടുക്കുന്നത് തടയാൻ പറ്റി. അതുപോലെ ഒരുപാട് അഫോർഡബിളായിട്ടുള്ള ഹൗസിംഗ് പ്രോജക്റ്റുകൾ അർബൻ ഏരിയയിൽ കൊണ്ടുവരാനും പറ്റി എന്നുള്ളതാണ് ഈ അർബൻ ലാൻഡ് സീലിംഗ് ആക്ടിൻ്റെ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ആ ആക്റ്റും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു ആക്റ്റും കൂടെ ഉള്ളൂ നമുക്ക് കവർ ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും. അതാണ് കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെൻറ്റ് കൺട്രോൾ ആക്ട് 1965. 1965 കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെൻറ്റ് കൺട്രോൾ ആക്ട് 1965. അപ്പോൾ ഇത് പേരിൽ നിന്ന് തന്നെ അറിയാം, ലീസിനോ റെൻറ്റിനോ കൊടുക്കുന്ന പ്രോപ്പർട്ടി. അപ്പോൾ ഒരു ലാൻഡ് ഓണർ ഉണ്ടാവും, ഒരു ടെനൻ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ അഗ്രികൾച്ചർ ഏരിയയുടെ കാര്യം, അഗ്രികൾച്ചർ ലാൻഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അഗ്രികൾച്ചർ ലാൻഡ് ലീസിന് ഒരു ടെനൻറ്റിന് കൊടുക്കുന്ന കാര്യങ്ങൾ 1963 വരെ ആരുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നോ അവർക്ക് അതിന് ഓണർഷിപ്പ് അങ്ങ് കൊടുക്കുകയാണ്. 1963 ശേഷം അഗ്രികൾച്ചർ ലാൻഡിൽ ഈ കാര്യങ്ങൾ നിരോധിക്കുകയാണ് ചെയ്യുന്നത്. പാട്ടം പറ്റില്ല എന്നാണ് പറയുന്നത്. ഇൻഫോർമലായിട്ട് ഇപ്പോഴും ഉണ്ട് എങ്കിലും ഗവൺമെൻറ്റിൻ്റെ ആസ്പെക്റ്റിൽ ഒരു 1963 ശേഷം അഗ്രികൾച്ചർ പ്രോപ്പർട്ടി ലീസിന് കൊടുക്കാൻ പറ്റില്ല. അതാണ് അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിൽ. പക്ഷേ അല്ലാത്ത പ്രോപ്പർട്ടി, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടിയോ ഒക്കെ ലീസിനോ റെൻറ്റിനോ കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പം ഇതിനകത്ത് 2 ആൾക്കാരുടെ ഇൻട്രസ്റ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട്. ലാൻഡ് ലോഡിൻ്റെ ഇൻട്രസ്റ്റും പ്രൊട്ടക്റ്റ് ചെയ്യണം, അതുപോലെ ടെനൻറ്റിൻ്റെ ഇൻട്രസ്റ്റും പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി കൊണ്ടുവന്നതാണ് കേരള ബിൽഡിംഗ് ആക്ട് 1965. അപ്പോൾ ബിൽഡിങ്ങുകളുള്ള പ്രോപ്പർട്ടികൾ റെൻറ്റിനോ ലീസിനോ കൊടുക്കുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ്, ആരുടെയൊക്കെ അവർക്ക് ഈ ലാൻഡ് ലോഡിന് എന്തൊക്കെ റൈറ്റ്സ് ആണുള്ളത്, ടെനൻറ്റിന് എന്തൊക്കെയാണ് റൈറ്റ്സ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ലാൻഡ് ലോഡ് ഒരു ടെനൻറ്റിന് ഒരു പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുത്തു.
അത് കഴിഞ്ഞ് ഈ ടെനൻ്റ് അതിൽ നിന്ന് മാറുന്നില്ല. ലാൻഡ് ലോഡിൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി ഈ പ്രോപ്പർട്ടി ആവശ്യമുണ്ട്. അപ്പം ടെനൻ്റ് മാറാത്തതുകൊണ്ട് റെൻറ്റ് കൺട്രോൾ കോർട്ടിൽ ലാൻഡ് ലോഡ് ഒരു കേസ് ഫയൽ ചെയ്തു. അപ്പം റെൻറ്റ് കൺട്രോൾ കോർട്ട് പറഞ്ഞു പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണല്ലോ ലാൻഡ് ലോഡിന് ഈ പ്രോപ്പർട്ടി ആവശ്യം, അതുകൊണ്ട് എന്ത് ചെയ്യുക, ടെനൻ്റ് അവിടുന്ന് മാറണം. ടെനൻറ്റിന് ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള നോട്ടീസ് കൊടുത്തിട്ട് ടെനൻ്റ് അവിടുന്ന് മാറണം എന്നുള്ള ഒരു സ്റ്റാൻഡ് കോർട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ഉദാഹരണമാണ്. അപ്പോൾ പേഴ്സണൽ യൂസിന് ലാൻഡ് ലോഡിന് ടെനൻറ്റിനെ എവിക്റ്റ് ചെയ്യാം എന്നുള്ളത് ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലായി. പക്ഷേ ആർബിട്രറി ആയിട്ട് എവിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ആഡിക്വേറ്റ് ആയിട്ടുള്ള നോട്ടീസ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ആക്ടിൻ്റെ എന്തൊക്കെയാണ് പ്രധാന പർപ്പസ്, പ്രൊവിഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഈ റെൻറ്റ് കൺട്രോൾ ആക്ടിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഗുലേറ്റ്സ് ദി ലീസിംഗ് ഓഫ് ബിൽഡിങ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ടെനൻറ്റ്സ് ഫ്രം ആർബിട്രറി എവിക്ഷൻ വൈൽ എൻഷുറിങ് ഫെയർ റൈറ്റ്സ് ഫോർ ലാൻഡ് ലോഡ്സ്. അപ്പം ഇത് പ്രധാനമായും ടെനൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്റ്റാണ്, ആർബിട്രറി എവിക്ഷന് എതിരെ. എന്നാലും ലാൻഡ് ലോഡ്സിൻ്റെ റൈറ്റ്സിൻ്റെ കാര്യവും ഇതിനകത്തുണ്ട്. അതായത് ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു ലെജിസ്ലേഷൻ അല്ല, രണ്ട് സൈഡും ഉണ്ട്. ടെനൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും ഉണ്ട്, അതേപോലെ ലാൻഡ് ലോഡ്സിൻ്റെ ഒരു ഇൻട്രസ്റ്റിൻ്റെ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അതാണ് ആ ഉദാഹരണത്തിൽ തന്നെ നമുക്ക് കണ്ടു. ലാൻഡ് ലോഡ്സിൻ്റെ കാര്യത്തിലും ഫേവറബിൾ ആണ്. പേഴ്സണൽ യൂസിനാണെങ്കിൽ ലാൻഡ് ലോഡ്സിന് ടെനൻസിനെ എവിക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ 3 പ്രൊവിഷൻസാണ് നമുക്ക് കീ പ്രൊവിഷൻസായിട്ട് കണക്കാക്കേണ്ടത്. ഒന്ന്, ടെനൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾ പറഞ്ഞു. 2, ലാൻഡ് ലോഡിൻ്റെ റൈറ്റ്സ്. പിന്നെ ഇതിനകത്ത് റെൻറ്റ് കൺട്രോൾ കോർട്ട് എന്നുള്ളതാണ് ഇതിനകത്ത് അതോറിറ്റി. അപ്പോൾ റെൻറ്റ് കൺട്രോൾ കോർട്ടിൻ്റെ റോള്, ഇതാണ് നമുക്ക് 3 കാര്യങ്ങൾ ഇതിനകത്ത് കാണാനുള്ളത്. അപ്പോൾ ടെനൻറ്റിൻ്റെ പ്രൊട്ടക്ഷനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? പ്രൊട്ടക്ഷൻ ഫ്രം എവിക്ഷൻ അണ്ടർ സർട്ടൺ സ്പെസിഫൈഡ് ഗ്രൗണ്ട്സ് ആണ്. അപ്പം ടെനൻറ്റിനെ സാധാരണഗതിയിൽ എവിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ചില സ്പെസിഫൈഡ് ഗ്രൗണ്ടിൽ എവിക്റ്റ് ചെയ്യാം. അതെന്തൊക്കെയാണ്? ഒന്ന്, വാടക കൊടുക്കാതിരിക്കുക, നോൺ പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ് കൊടുക്കാതെ താമസിക്കാൻ എന്ന് സ്ഥിരമായിട്ട് ഒരിക്കലും പറ്റില്ല. അപ്പം റെൻറ്റ് തരാതിരിക്കുന്ന ഒരു വാടകക്കാരനെ ഉടമസ്ഥന് എവിക്റ്റ് ചെയ്യാം, ഒഴിപ്പിക്കാം. 2, ബോണഫൈഡ് പേഴ്സണൽ യൂസ് ബൈ ദി ലാൻഡ് ലോഡിൻ്റെ സ്വന്തം വ്യക്തിപരമായ ഉപയോഗം, പക്ഷേ അതൊരു സത്യസന്ധമായ ഒരു ഉപയോഗം തന്നെ ആയിരിക്കണം. അത് വെറുതെ പറഞ്ഞാൽ പോരാ, അയാൾ അവിടെ ഉപയോഗിക്കുകയും വേണം. അപ്പോൾ ഈ 2 കാര്യങ്ങളിലാണ് സാധാരണഗതിയിൽ ഒരു ടെനൻറ്റിനെ എവിക്റ്റ് ചെയ്യാൻ പറ്റുക. ഇതല്ലാത്ത കേസിൽ എവിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ 2 കേസ് ആണെങ്കിൽ പോലും അതൊരു കോടതിയുടെ റൂട്ടിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ. ബലപ്രയോഗത്തിൽ കൂടെ ഒരു ടെനൻറ്റിനെ എവിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു കോർട്ടിൽ പോയിട്ട് കോർട്ടിൻ്റെ റൂട്ടിൽ കൂടെ മാത്രമേ എവിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ടെനൻറ്റിന് ഈ ഒരു രീതിയിലല്ലാതെ ടെനൻറ്റിനെ എവിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ടെനൻറ്റിൻ്റെ കേസിൽ ഒരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഒരു ആർബിട്രറി ആയിട്ട് എവിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ടെനൻറ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ്. അതേപോലെ ഈ ലാൻഡ് ലോഡിന് തോന്നിയതുപോലെ റെൻറ്റ് ഇൻക്രീസ് ചെയ്യാനും പറ്റില്ല. അവിടെ ഒരു റെൻറ്റ് കോർട്ട് ഫിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ കോർട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു റെൻറ്റിനനുസരിച്ച് മാത്രമേ ലാൻഡ് ലോഡിന് റെൻറ്റ് ചാർജ് ചെയ്യാനും പറ്റുള്ളൂ. അതാണ് റൈറ്റ് ടു ഫെയർ റെൻറ്റ് ഫിക്സ്ഡ് ബൈ ദി കോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റാണ്. ഒരിക്കൽ ടെനൻ്റ് ആയ സമയത്ത് വാടക സപ്പോസ് ഒരു 20,000 രൂപയായിരുന്നു ഒരു ബിൽഡിങ്ങിനെന്ന് വിചാരിക്കുക. അപ്പം 1 വർഷം കഴിയുമ്പോഴത്തേന് 40,000 രൂപയായിട്ട് റെൻറ്റ് കൂട്ടാനായിട്ട് പറ്റില്ല. കാര്യം കോർട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു റെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ റെൻറ്റ് ഇൻക്രീസ് പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് റൈറ്റ് ടു ഫെയർ റെൻറ്റ് ഫിക്സ്ഡ് ബൈ ദി കോർട്ട്. റെൻറ്റ് കൺട്രോൾ കോർട്ടുണ്ട്. അതാണ് ടെനൻറ്റിൻ്റെ ആംഗിളിൽ ആലോചിക്കുമ്പം ടെനൻറ്റിന് കിട്ടുന്ന പ്രൊട്ടക്ഷൻസ്. ഇനി ലാൻഡ് ലോഡിൻ്റെ ആംഗിളിൽ നിന്ന് അല്ലെങ്കിൽ ലാൻഡ് ലോഡിന് എന്തൊക്കെയാണ് റൈറ്റ്സ് കിട്ടുന്നത്? ഒന്ന്, ജെനുവിൻ റീസൺസിന് ടെനൻറ്റിനെ എവിക്റ്റ് ചെയ്യാം. അതായത് പേഴ്സണൽ യൂസിന് ആ ബിൽഡിംഗ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആ ബിൽഡിംഗ് ഒന്ന് പൊളിച്ചിട്ട് വേറെ ഇച്ചിരി വലിയ ബിൽഡിംഗ് ആയിട്ട് പണിയണമെന്ന് ആവശ്യമുണ്ടാവും. അതായത് ഒരു റീകൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ടെനൻറ്റിനെ എവിക്റ്റ് ചെയ്യാം, പേഴ്സണൽ യൂസിന് വേണ്ടി എവിക്റ്റ് ചെയ്യാം. അതാണ് ജെനുവിൻ റീസൺ ആയിരിക്കണമെന്ന് പറഞ്ഞത്. 2, റെൻറ്റ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ലാൻഡ് ലോഡിനുണ്ട്. റെൻറ്റ് റിവൈസ് ചെയ്യാം, മാർക്കറ്റ് കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ട് റെൻറ്റ് റിവൈസ് ചെയ്യാനുള്ള റൈറ്റും ലാൻഡ് ലോഡിനുണ്ട്. പക്ഷെ അതൊരു വളരെ ഹൈ റെൻ്റ് ആവാൻ പാടില്ല. അത് ഈ റെൻറ്റ് കൺട്രോൾ കോർട്ടിൻ്റെ ഒരു സൂപ്പർവിഷനിൽ അല്ലെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യുന്നതുമായിട്ട് മാച്ചായിട്ടുള്ള ഒരു റെൻ്റ് ആയിരിക്കണം. എന്നാലും റെൻറ്റ് കളക്ട് ചെയ്യാനോ റെൻറ്റ് റിവൈസ് ചെയ്യാനുള്ള റൈറ്റ് ലാൻഡ് ലോഡിനുണ്ട് എന്നുള്ളതാണ്. ഇനി റെൻറ്റ് കൺട്രോൾ കോർട്ടിൻ്റെ റോൾ എന്താണ് ഈ ആക്ട് അനുസരിച്ചിട്ട്? അപ്പോൾ ലാൻഡ് ലോഡും ടെനൻറ്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യാനാണ് റെൻറ്റ് കൺട്രോൾ കോർട്ട് ഉള്ളത്. അപ്പോൾ ഈ പർപ്പസിനുള്ള കോർട്ടാണ് റെൻറ്റ് കൺട്രോൾ കോർട്ട്. ലാൻഡ് ലോഡും ടെനൻറ്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് വരുവാണെങ്കിൽ അവിടെ റെൻറ്റ് കൺട്രോൾ കോർട്ടിലാണ് പോകേണ്ടത്. അപ്പോൾ അവരാണ് ഈ ആക്ടിൻ്റെ ഒരു കംപ്ലയൻസ് എൻഷുർ ചെയ്യുന്ന അതോറിറ്റി. ഇതെല്ലാം
ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല. പക്ഷേ ഒരു എസ്സേ വന്ന ബേസിക്കലി അവിടെ ലാൻഡ് ലോൺ ഉണ്ടെന്നും ടെനൻ്റ് ഉണ്ടെന്നും റെൻറ്റ് കൺട്രോൾ കോർട്ട് ഉണ്ടെന്നും ഇത്രയും ഒരു ആസ്പെക്റ്റ് അതിൽ കൊണ്ടുവന്നാൽ തന്നെ ഒരു ബേസിക് സ്ട്രക്ചർ അവിടെ റെഡിയായി. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിൽ ഇലാബറേറ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു റിവിഷൻ ക്ലാസ് എന്നുള്ള രീതിയിൽ മാത്രം കണക്കാക്കിയാൽ മതി. നമ്മൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ 4ാമത്തെ മൊഡ്യൂളും കവേർഡായി. അപ്പം ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു കൺക്ലൂഷനായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ആദ്യം കണ്ടത് LARR ആക്റ്റാണ് അല്ലേ, ലാൻഡ് അക്വിസിഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. അപ്പോൾ അവിടെ ഒരു പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ലാൻഡ് അക്യൂർ ചെയ്താൽ അവിടെ ഒരു ഫെയർ കോമ്പൻസേഷൻ വേണമെന്നുള്ളതും അവിടെ റീഹാബിലിറ്റേഷൻ റീസെറ്റിൽമെൻറ്റും നടത്തണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. രണ്ടാമത് നമ്മൾ അർബൻ ലാൻഡ് സീലിംഗ് ആക്ടിനെ പറ്റി പഠിച്ചു 1976. അപ്പോൾ അതിനകത്ത് അർബൻ ലാൻഡ് ഹോൾഡിങ് തടയേണ്ട ആവശ്യത്തെപ്പറ്റി പറഞ്ഞു. അതുപോലെ ലാൻഡ് ടെനൻറ്റ് റിലേഷൻഷിപ്സ് റെഗുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി അവിടെ നമ്മൾ കണ്ടു. അതാണ് അടുത്തതിൽ ലാൻഡ് ലോഡ് ടെനൻറ്റ് റിലേഷൻഷിപ്പിനെ പറ്റി നമ്മൾ പഠിച്ചത് 3ാമത്തെ ആക്റ്റിലാണ്. അതായത് ഈ ബിൽഡിംഗ് ആക്ട് അനുസരിച്ച് ലീസ് ആൻഡ് റെൻറ്റ് കൺട്രോൾ ആക്ടിൻ്റെ അകത്താണ് ലാൻഡ് ലോഡ് ടെനൻറ്റ് റിലേഷൻഷിപ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ലീഗൽ ഫ്രെയിം വർക്ക്സ് ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റിനെയും അതുപോലെ ഒരു സോഷ്യൽ ജസ്റ്റിസിനെയും ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ടെനൻറ്റിന് ഒരു സെക്യൂരിറ്റിയും കിട്ടുന്നുണ്ട്, ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഇൻക്ലൂസീവ് അപ്രോച്ച് എന്നുള്ളൊരു ആംഗിളിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കാണേണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനിയും വീഡിയോകളും ക്ലാസ്സുകളും നടത്തും. അത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനുണ്ട്, പല പല കാര്യങ്ങളുണ്ട്. ഇച്ചിരി ഡെപ്തിലുള്ള ക്ലാസ്സുകൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ പേഴ്സണലി എന്നെ അറിയിക്കുക. പ്രധാനമായിട്ടും ഇതിനകത്ത് ചിലപ്പോൾ ചെറിയ തെറ്റുകളുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് കമൻറ്റിലോ പേഴ്സണലായിട്ടോ ഒന്ന് അറിയിക്കുന്നതും നല്ലതായിരിക്കും. ഏതെങ്കിലും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.